രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് നൽകിയ പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതുവരെ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. രാഹുലിനെതിരെ കേസെടുക്കണമോ എന്നതിൽ പ്രാഥമിക പരിശോധന നടക്കുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, അതായത് രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണോ ഇപ്പോൾ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്? നിലവിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ല. പ്രതി ചേർക്കണമോ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണോ പോലീസ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായും മനു, രാഹുൽ ഈശ്വറിനെതിരെ ഹണിറോസ് നൽകിയ പരാതിയിൽ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ ഘട്ടത്തിൽ ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഇതുവരെ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നാണ്. മാത്രമല്ല, രാഹുലിനെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ചാനൽ ചർച്ചകളിലൂടെയും അധിക്ഷേപിച്ചെന്ന അടിസ്ഥാനത്തിലാണ് ഹണിറോസ് പരാതി നൽകിയിരിക്കുന്നത്. 2 പരാതികളാണ് രാഹുൽ ഈശ്വറിനെതിരെ ഉള്ളത്. ഈ 2 കേസുകളിലും നിലവിൽ ഇത്തരത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. അതേസമയം ഈ സോഷ്യൽ മീഡിയയുടെ അപമാനിച്ചതിന്റെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് വീഡിയോകളെല്ലാം തന്നെ ഹണിറോസ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെ തുടർ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശരി, അർച്ചന കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.